വിമതർ ഭരണം പിടിച്ച സിറിയയിൽ നിന്ന് 75 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു. എല്ലാവരെയും സുരക്ഷിതമായി ലെബനനിലെത്തിച്ചു. സിറിയയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. അധികാര കൈമാറ്റത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. സിറിയയിൽ ദമാസ്കസിലെയും ബെയ്റൂത്തിലെയും ഇന്ത്യൻ എംബസികൾ ചേർന്നാണ് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കിയത്. പ്രമുഖ ഷിയ തീർത്ഥാടന കേന്ദ്രമായ സൈദ സൈനബിൽ കുടുങ്ങിപ്പോയ കശ്മീർ സ്വദേശികളായ 44 അംഗ സംഘവും ഒഴിപ്പിച്ചവരിൽ പെടും. സിറിയയിൽ തുടരുന്ന ഇന്ത്യൻ പൗരന്മാർ ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സിറിയയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ആയുധശേഖരങ്ങളും നാവികസേനാ സൗകര്യങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ആക്രമണം. 2 ദിവസത്തിനിടെ സിറിയയിലെ 480 കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. 15 നാവിക കപ്പലുകളും മിസൈൽ പ്രതിരോധ സംവിധാനവും ആയുധ നിർമ്മാണ കേന്ദ്രവും തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. അതേസമയം സിറിയ സാധാരണ നിലയിലേക്ക് മടങ്ങി തുടങ്ങി. കടകളും ബാങ്കുകളും തുറന്നു. ജീവനക്കാർ ഓഫീസുകളിലെത്തി. ഭരണ സംവിധാനം ക്രമപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇടക്കാല ഭരണകൂടം. ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പൊതുസംവിധാനങ്ങളും സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബാഷിർ അറിയിച്ചു. കിഴക്കൻ മേഖലയിലെ എണ്ണ ഉൽപാദന കേന്ദ്രമായ ദേർ അൽ സുറിന്റെ നിയന്ത്രണം വിമതസേന പിടിച്ചു. കുർദിഷ് സേനയെ തുരത്തിയാണ് വിമതർ നഗരം പിടിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.